ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം ബൈക്കിൽ വരുന്ന സമയത്ത് ശ്രീജയും കമലയും അവിടെ വഴിയരികിൽ നിൽക്കുന്നത് കാണുകയാണ്. ആ സമയത്ത് ബൈക്ക് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞങ്ങൾ കുറച്ച് വളയും മാലയും പൊട്ടുമൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ്. നീ ഏതായാലും വേദമോളെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാറില്ലല്ലോ, അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നീയല്ലേ വാങ്ങിച്ച് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രമിനോട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അവൾക്ക് വേണ്ട സാധനം വേണമെങ്കിൽ അവൾക്ക് തന്നെ വാങ്ങിക്കാലോ, അവൾ വലിയ കോടീശ്വരിയല്ലേ, പണക്കാരിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, അവൾ എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും അവൾ നമ്മളെ വീട്ടിൽ അങ്ങനെ വന്ന് കഴിയുന്നുണ്ടല്ലോ, നിൻ്റെ കൂടെ തറയിൽ പായ വിരിച്ചല്ലേ അഹങ്കാരമൊന്നും കാണിക്കാതെ അവൾ കഴിയുന്നത്, അവളുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രമിൻ്റെ അമ്മ. ഏത് നേരത്താണാവോ ഈ വഴിക്ക് വരാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പിറുപിറുത്തുകൊണ്ട് നിൽക്കുകയാണ് വിക്രം. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നീ ഏതായാലും അവളുടെ കൂടെ ഒന്ന് ചെല്ല്, എന്നിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് വേദ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ അവളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ അവളുടെ കയ്യിലുണ്ടാകും, അത് പിന്നെ എൻ്റെ പിച്ചക്കാശൊന്നും അവൾക്ക് വേണ്ട എന്നൊക്കെ പറയുക. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കോടീശ്വരിയാണല്ലോ നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ തറയിലൊക്കെ കിടക്കുന്നത്, അവൾ എന്തെങ്കിലും ആ ഒരു ജാട കാണിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വേണ്ടിയിട്ട് മാഷിനോട് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെ അറുത്തുമുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അമ്മ. അപ്പോൾ അല്ലെങ്കിലും അവളെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് 100 നാവാണല്ലോ, ഇനി അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഒടുവിൽ അമ്മയുടെ സംസാരം കേട്ട് വേദയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ വേദ വിക്രം വരുന്നത് കാണുന്നുണ്ട്. എന്നിട്ട്, വിക്രം എന്തായി ഇവിടെ, അമ്മ പുറത്ത് ഉണ്ടായിരുന്നല്ലോ, കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കണ്ടു, നീ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എടുക്കാനുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞു, വാങ്ങിച്ചു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കടക്കാരനോട് വിക്രം എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചിട്ട് പൈസ കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് വേദ. എന്നിട്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നും ശരിക്കും എനിക്കില്ല, കാരണം നീ എൻ്റെ ഭർത്താവാണല്ലോ, അപ്പോൾ നീ ഇതൊക്കെ വാങ്ങി തരേണ്ടത് നിൻ്റെ കടമയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തോട്ട് വരികയാണ്. ആ സമയത്ത് വിക്രമിനോട് അമ്മ പറയുന്നുണ്ട്, നീ ഏതായാലും മോളെയും കൂട്ടിയിട്ട് ബൈക്കിൽ വന്നാൽ മതി, ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്, അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി, അല്ലാതെ ഇവളെ ഇപ്പം ഞാൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അമ്മ വേണമെങ്കിൽ വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വേദയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, മോൾ ഏതായാലും അവൻ്റെ കൂടെ പൊയ്ക്കോ, കാരണം എനിക്കിപ്പോൾ ബൈക്കിലിരുന്ന് പോകുമ്പോൾ വെയിൽ കൊണ്ടാൽ തലവേദനയൊക്കെ വരും, നടന്നു പോവുകയാണെങ്കിൽ തണലും നോക്കിയൊക്കെ പോവാലോ, ഇനി മോൾക്ക് വെയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ വന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അമ്മേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വിക്രമിൻ്റെ കൂടെ ബൈക്കിൽ പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അവർ ബൈക്കിൽ പോവുകയാണ്. പിന്നീട് വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ വിക്രം വേദയോട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത്, ഞാൻ വെള്ളം എടുത്തു കൊണ്ടുവരാനോ, നിങ്ങൾ അമ്മയും ഏച്ചിയുമൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കൊണ്ടു തന്നാൽ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ലല്ലോ, നിങ്ങളത് കഴിക്കാറില്ലല്ലോ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുവരണമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി നമ്മുടെ വേദയോട് പറയുന്നുണ്ട്, എനിക്ക് നീ കൊണ്ടുവന്ന വെള്ളമൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ കിണറ്റിൽ നിന്ന് കോരി കുടിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അത് തടയാനൊന്നും വേദ പോയില്ല. എന്നാൽ പിന്നെ തനിയെ അങ്ങ് കോരി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും. അങ്ങനെ പിന്നീട് കോരി കുടിക്കാനുള്ള മടി കൊണ്ട് വിക്രൻ അകത്തോട്ട് കയറി വരികയാണ്. ആ സമയത്താണ് വേദ അവിടെ നിന്ന് ഡ്രസ്സ് മാറുന്നത്. അങ്ങനെ കയറി വരുന്ന സമയത്ത് വേദ വിക്രമിനെ കാണുന്നുണ്ട്. എന്നിട്ട്, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്, ഞാൻ ഡ്രസ്സ് മാറുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാനറിഞ്ഞോ നീ ഡ്രസ്സ് മാറുകയാണെന്നുള്ളത്, നിനക്കെന്താ ഡോറ് കുറ്റിയിടാൻ അറിയില്ലേ, ഞാൻ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയായിരുന്നു, പിന്നെ റൂമിൽ ഇതൊന്ന് വെക്കാമെന്ന് കരുതിയിട്ട് കയറി വന്നതാണ്, നിനക്ക് ഡോറ് അടച്ചുകൂടായിരുന്നോ, നിനക്കത് അറിയില്ലേ, ഡ്രസ്സ് മാറുന്ന സമയത്ത് ഡോറ് അടയ്ക്കാൻ എന്നൊക്കെ പറയുകയാണ്. ഡോറ് ചാരിയിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്തോട് നാണത്തോടു കൂടി കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയാണ് വേദ. എന്നിട്ട്, ഇനി കണ്ടു കാണുമോ, വിക്രം നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ, നാണക്കേടായല്ലോ എന്നുള്ള രീതിയിൽ ചമ്മി നാണിച്ച് നിൽക്കുകയാണ് വേദ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം വേദ പുറത്തോട്ട് വരികയാണ്. ആ സമയത്ത് വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രം വേദയെയും വേദ വിക്രമിനെയും നോക്കുന്നുണ്ട്. അങ്ങനെ, നിങ്ങൾ എന്താ നോക്കുന്നത്, നിങ്ങൾ മനഃപൂർവ്വമല്ലേ മുറിയിലോട്ട് വന്നത്, ഞാൻ ഡ്രസ്സ് മാറാൻ പോയത് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ മനഃപൂർവ്വം വന്നതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത്, നിർത്തടി, എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം.
അങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയും അതുപോലെ ശ്രീജയും അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഏതു നേരവും നിങ്ങളിങ്ങനെ അടിയാണല്ലോ, നിങ്ങൾ എന്നാണൊന്ന് സ്നേഹിക്കുന്നത് കാണുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇടാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം മുറിയിലോട്ട് കയറി പോകുന്നുണ്ട്, പിന്നാലെ വേദയും പോകുന്നുണ്ട്. അങ്ങനെ മുറിയിലോട്ട് കയറുകയാണ് വേദ. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ നിങ്ങളുടെ ഒരു മുറി എങ്ങനെ നിങ്ങളുടെ മാത്രം മുറിയാവുക, ഇത് എൻ്റെയും കൂടെ റൂമാണ്, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ എനിക്കും ആ ഒരു അവകാശം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് ഓ ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കളിയാക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഫാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും എടുത്തില്ല, നിന്റെ ഫാൻ എടുക്കലാണല്ലോ എനിക്ക് ജോലി, അവിടെ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ മുറ്റത്ത് പോയി നോക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേദ ആ റൂമാകെ തിരയുന്ന സമയത്ത് കട്ടിലിൻ്റെ ചുവട്ടിൽ നോക്കുമ്പോൾ അവിടെ അത് കാണുകയാണ്. എന്നിട്ട് നിങ്ങളാണ് ഇത് ഒളിപ്പിച്ച് വെച്ചതല്ലേ, നിങ്ങൾ ഒരു ഗുണ്ടയല്ല, പെരുങ്കള്ളനാണ്, പെരുങ്കള്ളൻ എന്ന പേരാണ് നിങ്ങൾക്ക് ചേരുക എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോട് വിക്രം പറയുന്നുണ്ട് ഞാനല്ല കള്ളൻ, നീയാണ് പെരുങ്കള്ളി, എല്ലാവരെയും കള്ളം പറഞ്ഞ് വശത്താക്കിയിരിക്കുകയാണ്, പെരുങ്കള്ളിയാണ് പെരുങ്കള്ളി, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നെ പെരുങ്കള്ളി എന്ന് വിളിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരും, നിങ്ങളെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് എന്നോട് മിണ്ടാതെ നിൽക്കാൻ പറയുന്നോ, ഇറങ്ങിപ്പോടി, നിന്നെ ഇവിടെ ഇനി കണ്ടാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് വിക്രം തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുമായോ, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിലിൽ ഇരിക്കുകയാണ് വേദ. ആ സമയത്ത് വിക്രം അടുത്തേക്ക് ചെന്നിട്ട് എഴുന്നേൽക്കാനൊക്കെ അങ്ങനെ വേദ എന്തൊരു ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാനൊക്കെ ഓണാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ കാറ്റത്ത് വേദയുടെ മുടികൾ ഓരോന്നായിട്ട് പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ്റെ വെയിൽ മുഖത്തേക്ക് അടിച്ചിട്ട് ആകെ പ്രകാശമോടെ തിളങ്ങി നിൽക്കുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ വിക്രമിൻ്റെ കൺട്രോൾ ആകെ പോയി നിൽക്കുകയാണ്. എന്ത് സുന്ദരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്ത മനസ്സിൽ